നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രീൻ സ്കിൽസ് ആണ്. ഗ്രീൻ സ്കിൽസ് ടേം 2-ൻ്റെ IT കമ്പ്യൂട്ടറിൻ്റെ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ പഠിക്കേണ്ട സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഓഫൻ സേ ദാറ്റ് ദ വേൾഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് ഇൻ നിയർ ഫ്യൂച്ചർ അല്ലേ. ഉടനെ തന്നെ ലോകം അവസാനിക്കുന്ന ആളുകൾ ഒരുപാട് പറയുന്നുണ്ട് അല്ലേ. വാട്ട് ഇഫ് ദിസ് ഇസ് ട്രൂ? ഇത് യഥാർത്ഥത്തിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമാണോ? മേ ബി നോട്ട് അല്ലേ. But but someday, and unfortunately this is not something one can simply joke about അല്ലേ. If the natural environment it depletes at such a speed എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ ഇങ്ങനെ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്രയും ഫാസ്റ്റായിട്ടാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് നമ്മുടെ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ ആൻഡ് ആസ് ദ ലെവൽ ഓഫ് കംഫോർട്ട് ആൻഡ് ലക്ഷറീസ് ദേ ആർ ഗോയിങ് അപ്പ് ദർ ഇസ് മോർ ആൻഡ് മോർ കൺസംഷൻ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ് റിസൾട്ടിങ് ഇൻ ഡിപ്ലീഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ആസ് വെൽ. നമ്മുടെ പോപ്പുലേഷൻ ഓരോ ദിവസം കൂടിക്കൊണ്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ അല്ലേ. അതുപോലെ തന്നെ ലെവൽ ഓഫ് കംഫോർട്ട് ആൻഡ് ലക്ഷറീസും അതുപോലെ തന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുപോലെ തന്നെ ഈ ലെവൽ ഓഫ് ലക്ഷറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷറീസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ലൈക്ക് വൈസ് നമ്മൾ ലക്ഷറീസ് എത്രത്തോളം നമ്മൾ ലക്ഷറീസിലാകുന്നു അത്രത്തോളം നമ്മുടെ നാച്ചുറൽ റിസോഴ്സിൻ്റെ കൺസപ്ഷൻ കൂടുതലായിട്ട് വരികയാണ്. ഓർ സൊസൈറ്റി ഇറ്റ് ഈസ് ബ്രോഡനിങ് ആൻഡ് ഇൻക്രീസിങ് ഇറ്റ്സ് നീഡ് ആസ് ഇറ്റ് ഈസ് ബീങ് കെയർലെസ് ടുവേർഡ്സ് പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് കോസിങ് ഹാർംഫുൾ എഫക്ട്സ് ഓൺ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഹ്യൂമൻ സൊസൈറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഒരുപാട് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർംഫുൾ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റി തന്നെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഹാർംഫുൾ ഇഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ഇവർ ഈ എൻവയോൺമെൻറ്റിനെ ഇവർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തിനാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ യൂസ് ചെയ്യുന്നത്? നമ്മളെന്തിനാണ് നമ്മുടെ ലാപ്പിനെ യൂസ് ചെയ്യുന്നത്? നമ്മളെന്തിനാണ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നത്? നമ്മളെന്തിനാണ് നമ്മുടെ ബുക്ക് യൂസ് ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു എയിം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണ് എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യുന്നത്? ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഓസ്, ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഹ്യൂമൻ സൊസൈറ്റി. ദ സൊസൈറ്റി ഈസ് യൂസിങ് ദ എൻവയോൺമെൻറ്റ്. അത്രേ ഉള്ളൂ. അപ്പം എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എൻവയോൺമെൻറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് കണ്ടീഷൻ ദാറ്റ് നേച്ചർ പ്രൊവൈഡ്സ് ടു ഹ്യൂമൻ. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? Environment consists of the resources and conditions that nature provides to human. It includes Earth's surface with all its natural resources including land and water, mountain and plain, minerals, plants, animals, climatic conditions, etc. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളൊരു ആ ഒരു ഇതിലാണ് നമ്മൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് ദ നേച്ചർ ഹാസ് പ്രൊവൈഡഡ് ടു അസ് അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എർത്ത് സർഫസ് വിത്ത് ഓൾ ഇറ്റ്സ് നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ദ ലാൻഡ് ആൻഡ് വാട്ടർ, മൗണ്ടെയിൻ ആൻഡ് പ്ലെയിൻ, മിനറൽസ്, പ്ലാന്റ്സ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ആൻഡ് വാട്ടർ, മൗണ്ടെയിൻസ്, മിനറൽസ്, പ്ലെയിൻസ്, അനിമൽസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എക്സെട്ര. ഇത്രയാണ് ഒരു എൻവയോൺമെൻറ്റ് എന്ന് നമ്മൾ പറയാൻ പറ്റുക. ഇനി അടുത്ത് വന്നിട്ട് എൻവയോൺമെൻറ്റിനെ നമുക്ക് എന്തൊക്കെ തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം? എൻവയോൺമെൻറ്റിനെ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റും ഒന്നാണ് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റും. ഇനി പറയുന്ന നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഇറ്റ് encompasses the interaction of all the living beings, climate and natural resources. People convert and changes the natural organisms according to themselves. അത് അടുത്ത ആർട്ടിഫിഷ്യലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ നോക്കാം. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലേ. അതുപോലെ തന്നെ നാച്ചുറൽ ദ ഇൻറ്ററാക്ഷൻ ഓഫ് ഓൾ ദ ലിവിങ് ബീങ്സ്, ക്ലൈമറ്റ് കണ്ടീഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ്? പീപ്പിൾ ദേ ആർ കൺവേർട്ടിംഗ് ആൻഡ് ചേഞ്ചിങ് ദ നാച്ചുറൽ പ്രോഡക്ട്സ് according to themselves in the course of development by construction of buildings, roads, rail lines. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ആളുകൾക്കൊരു നടപ്പാത വേണം, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് വേണം ഒരു റിവറിൻ്റെ മടക്കൂടെ. അപ്പോൾ നമ്മളത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് വിത്ത് ദ യൂസ് ഓഫ് ദ റോ മെറ്റീരിയൽസ് ദാറ്റ് ദ നേച്ചർ ഈസ് പ്രൊവൈഡിങ് ടു us. that is known as what? ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് വിച്ച് ക്യാൻ ബി സെഡ് ആസ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ഫ്രെയിംഡ് ആസ് ദ സൊസൈറ്റി വെയർ വി ലീവ്. അപ്പോൾ നമുക്കത് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് നമുക്ക് എപ്പോഴും ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് പറയുന്ന നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഹെൽത്തി. നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഹെൽത്തി ആണ്. ഓക്കെ, ആൻഡ് എനേബിൾസ് ഡൈവേഴ്സ് എക്കോസിസ്റ്റം. നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഹെൽത്തി ആണ്. അതുപോലെ മാത്രമല്ല അതൊരു ഡൈവേഴ്സ് എക്കോസിസ്റ്റം അത് ചെയ്യണമുണ്ട്. എന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഓക്കെ
ഓക്കെ, അത് ഹെൽത്തിയാണ്, അതൊരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഇതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോസിസ്റ്റമാണ്. എക്കോസിസ്റ്റം എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ പ്ലാന്റ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ഹു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോസിസ്റ്റം എന്താണെന്നാണ്, അതൊരു റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം, ഒരു സിസ്റ്റം റിലേഷൻഷിപ്പിന് പകരം ecosystem നമുക്കൊരു സിസ്റ്റം ആയിട്ട് എടുക്കാം. Ecosystem, it is a system and it consists of all the plants, animals and humans who are dependent on each other. So in ecosystem there is a system which consists of plants, animals, humans who are dependent to each other. അതുപോലെ തന്നെ relation between living organism and their environment, it forms ecosystem. സോ റിലേഷൻ ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസം, അപ്പം ഞാനും എൻ്റെ സറൗണ്ടിങ്ങുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് എക്കോസിസ്റ്റത്തിനെ ഫോം ചെയ്യുന്നത്. ആൻഡ് അവർ സൊസൈറ്റി ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻറ്റിഗ്രൽ പാർട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലിവിങ് ഓർഗാനിസം ആൻഡ് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, ഇറ്റ് ഈസ് ഫോമിങ് എൻ എക്കോസിസ്റ്റം. ആൻഡ് അവർ സൊസൈറ്റി എന്താണ് എക്കോസിസ്റ്റത്തിൽ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റ്. Interaction and interference of society with the environment sometimes affects the ecological balance in the nature. Continuous technological advancement in our society have led to decrease in the quality of healthy life. With increase in population, short-term development activities, the industrialization development and intensive agriculture have been increased, which are destroying natural resources such as water, mineral, petroleum products, wood, soil and many other things. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫിയറൻസ് ഓഫ് സൊസൈറ്റി ഉറപ്പായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ എക്കോളജിക്കൽ ബാലൻസിനെ ഉറപ്പായിട്ടും നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ്സ് ഇപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രിഡ്ജ് വെക്കുന്നു, മോൾസ് വെക്കുന്നു, വലിയ ഒരുപാട് ഷോപ്സ് വെക്കുന്നു. ഇതൊക്കെ ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് അവർ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പം വിത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഷോർട്ട് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണല്ലോ എൻവയോൺമെൻറ്റിന് കൂടുതൽ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ, അതൊക്കെ എന്താണ് അത് കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് വാട്ടർ, മിനറൽ, പെട്രോളിയം പ്രൊഡക്ട്സ്, വുഡ്, സോയിൽ ആൻഡ് മെനി മോർ തിങ്. അപ്പം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് ഫസ്റ്റ് റീസൺ. എൻവയോൺമെൻറ്റ് ഡിക്രീസ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് പോകാനുള്ള. പിന്നെ ഷോർട്ട് ടൈം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, നമ്മൾ ചെറിയ ലാഭത്തിൽ ചെറിയ എയിം കണ്ടിട്ട് ഒക്കെ നടത്തുന്ന ഒരുപാട്, ഇപ്പോൾ പാലാരിവട്ടം പാലമൊക്കെ പോലത്തുള്ളത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്മെൻറ്റും അതൊരു വലിയ കാരണമാണ്. പിന്നെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറും എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ദ റിസോഴ്സസ് ദാറ്റ് ദ നേച്ചർ ഹാസ് പ്രൊവൈഡഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ resources that the nature has provided, they are utilized by human beings for the purpose of survival and welfare, and these types of resources are known as natural resources. അപ്പം എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് ഞാൻ ഇവിടെ പറയുന്നത്? നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് നാച്ചുറൽ, വിച്ച് ഈസ് എ നേച്ചർ, അവരുടെ നേച്ചറിൽ തന്നെ ഉള്ളത്. അപ്പം റിസോഴ്സസ് ദാറ്റ് ദ നേച്ചർ ഹാസ് പ്രൊവൈഡഡ് ആൻഡ് ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ് ഫോർ ദെയർ ഓൺ സർവൈവൽ ആൻഡ് വെൽഫെയർ എന്ന് പറയാം. ദെൻ ദീസ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഇറ്റ് ഈസ് നോൺ ആസ് These types of resources it is known as natural resources. So resources are of two types. അത് ഏതൊക്കെ ടൈപ്സ് ആണ്? റിസോഴ്സസിനെ രണ്ട് ടൈപ്പായിട്ട് തിരിക്കാം. ഇറ്റ് ഈസ് റിന്യൂവബിൾ റിസോഴ്സ് നാച്ചുറൽ റിസോഴ്സസ്, ദാറ്റ് ഈസ് വാട്ടർ, സോയിൽ ആൻഡ് വിൻഡ്. അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്, അത് കോളും പെട്രോളും ആണ്. So existence of mankind, it is linked to conservation of natural environment and the natural resources. അതുപോലെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷൻ എന്താണ്? നമ്മളിപ്പോൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൺസർവേഷൻ എന്താണ്? ഓക്കെ, കൺസർവേഷൻ എന്താണ്? വൈസ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടു സേവ് ദം ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ. വൈസ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു സേവ് ദം ആൻഡ് ടു പ്രിവെൻറ്റ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓർ എക്സ്റ്റിങ്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് കൺസർവേഷൻ. കൺസർവേഷൻ എന്താണ്? ഒരു കാര്യത്തെ നല്ല വൈസായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്
വെച്ചാൽ എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസിനെ വൈസായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും അതിനെ സേവ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ഡിസ്ട്രക്ഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസർവേഷൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് എന്താണ്? ദേ ആർ ദ മോസ്റ്റ് പ്രഷ്യസ് അസെറ്റ് ഓഫ് ദ മാൻകൈൻഡ് ആൻഡ് ദർ ഇസ് നീഡ് ടു കൺസർവ് ദം ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പം നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്നും കിട്ടിയ ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് സേവ് ചെയ്ത് അത് ഫ്യൂച്ചർ ജനറേഷൻസിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യം വളരെയധികമായിട്ട് ഉണ്ട് എന്നത് തന്നെയാണ് പറയുന്നത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അത് ഇവിടെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചെടുക്കുകയാണെന്നേ ഉള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് that meets the need of the present meets the need of the present world without finishing off or depletion of natural resources and saving and protecting the potential of resources for the future generation to meet the futuristic needs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ, എക്കോസിസ്റ്റം ഇറ്റ് ഈസ് എ സിസ്റ്റം. ഓക്കെ, എക്കോസിസ്റ്റം ഇറ്റ് ഈസ് എ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്ലാന്റിനെ ആനിമൽസിനെയൊക്കെ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് ഡിപ്ലീറ്റിംഗ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സേവിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദ ഫ്യൂച്ചറിസ്റ്റിക് നീഡ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണ്, നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിനെ ഒന്നും കളയാതെ, അതിനെ ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, അതിനെ സേവ് ചെയ്ത്, അതിൻ്റെ പൊട്ടൻഷ്യലിനെ സേവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി അവരുടെ ഫ്യൂച്ചറിസ്റ്റിക്സ്, അവരുടെ ഭവിഷ്യകാല കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇനി തന്നേക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് സസ്റ്റൈനബിൾ ഇതിൻ്റെ എന്താണ് എക്സാമ്പിൾസിൽ വരുന്നതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ സോളാർ എനർജി, അതുപോലെ തന്നെ ക്രോപ്പ് റൊട്ടേഷനും പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നിങ്ങൾ കാണുന്നത് തന്നെ വിൻഡ് എനർജി ആയിരിക്കും. ഞാൻ ഈ വിൻഡിൻ്റെ മാത്രം പടം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പടത്തിൽ കാണുന്നതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. വിൻഡ് എനർജി അല്ല, വിൻഡ് മില്ല്. വിൻഡ് എനർജി ഈസ് ദ എനർജി ദാറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം ദ മോഷൻ ഓഫ് ദ വിൻഡ് യൂസിങ് ടർബൈൻ ഓർ വിൻഡ് മിൽ. എന്ന് വെച്ചാൽ വിൻഡ് എനർജി എന്ന് വെച്ചാൽ എന്താണ്, വിൻഡ് എനർജി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എനർജി. എല്ലാം ഇതാണ് നമുക്കൊരിത് എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്. എക്കോ സിസ്റ്റം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഹു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, ഇതാണ് ഒരു കോമൺ വേ ഓഫ് റൈറ്റിംഗ് കേട്ടോ നമ്മുടെ സ്കിൽ സബ്ജക്റ്റിൽ. അപ്പോൾ വിൻഡ് എനർജി ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം ദ മോഷൻ ഓഫ് ദ വിൻഡ് ടർബൈൻ ഓർ വിൻഡ് മിൽ. അപ്പോൾ വിൻഡ് മില്ലിന് ഇതാണ് കണ്ടില്ലേ, വിൻഡ് മില്ല് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്, വിൻഡ് ടർബൈൻ എന്ന് നമ്മൾ വിളിക്കും. ഇറ്റ് ഈസ് എന്താണ്, വിൻഡ് ടർബൈൻ യൂസിങ് ദ ടർബൈൻ ഓർ വിൻഡ് മിൽ. അപ്പോൾ വിൻഡ് എനർജി എന്താണ്, ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം ദ, ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, വെളുത്ത് നിൽക്കുന്ന സാധനം, വെളുപ്പും നീലയും കൂടെ ഉള്ളത്, അതിനെയാണ് നമ്മൾ എന്നാ വിളിക്കുന്നത്, വിൻഡ് ടർബൈനോ അല്ലെങ്കിൽ വിൻഡ് മില്ലെന്ന് വിളിക്കുന്നത്. വിൻഡ് എനർജി ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം വിച്ച് തിങ്, that is harnessed from the windmill or a turbine. അതുപോലെ തന്നെ വിൻഡ് ടർബൈൻ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമോ, നമ്മളിത് ഫിസിക്സിലാണ് പഠിക്കണത്. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ദ കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ് ഇൻറ്റു മെക്കാനിക്കൽ പവർ ആൻഡ് റിഡ്യൂസ് ദ യൂസ് ഓഫ് ദ കോൾ ആൻഡ് അതർ ഫോസിൽ ഫ്യൂൽസ് ടു പ്രൊഡ്യൂസ് പവർ. എന്ന് വെച്ചാൽ വിൻഡ് ടർബൈൻ എന്താ ചെയ്യുക, ഇത് കൈനറ്റിക് എനർജി ആയ വിൻഡിനെ മെക്കാനിക്കൽ പവറായിട്ട് ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കോളിൻ്റെയും ഫോസിൽ ഫ്യൂലിൻ്റെയൊക്കെ യൂസ് കുറയ്ക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു എനർജിയും നമുക്ക് എന്താ പറ്റത്തില്ല, അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. നോ എനർജി ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ബട്ട് നമുക്ക് ഒരു എനർജിയെ എന്താണ്, എ ടൈപ്പ് ഓഫ് എനർജി it can be converted from one energy to another energy, converted into another energy from one energy, sorry. അപ്പം അങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അത് വിൻഡ് ടർബൈൻസ് കൺവേർട്ട് കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ് ടു മെക്കാനിക്കൽ പവർ. അങ്ങനെ ഇവർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കോൾ ആൻഡ് അതർ ഫോസിൽ ഫ്യൂൽ ടു പ്രൊഡ്യൂസ് ദ പവർ. അങ്ങനെ ആ കോളിൻ്റെ യൂസും അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവലിൻ്റെ
സോളാറിൻ്റെ യൂസും ഈ വിൻഡ് മിൽ അങ്ങനെ കുറയ്ക്കുന്നു. അപ്പോൾ സിമ്പിളാണ്. വിൻഡ് എനർജി എന്താണ്? വിൻഡ് എനർജി ഇറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം ദിസ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. കൈനറ്റിക് എനർജിയായ വിൻഡിനകത്തുള്ള കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അതിനെ ഡയറക്റ്റ് മെക്കാനിക്കൽ എനർജി ആക്കിക്കൊണ്ട് കോളിൻ്റെ അതിൻ്റെയൊക്കെ യൂസ് കുറയ്ക്കുന്നതാണ് ഈ വിൻഡ് എനർജിയുടെയും വിൻഡ്മില്ലിൻ്റെയൊക്കെ പരിപാടി. ഇനി അടുത്ത വന്നിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും ഈ സോളാർ എനർജി എന്ന് പറയണത്. ഓക്കെ, സോളാർ എനർജിക്കകത്ത് പറയുന്നത് സോളാർ എനർജി എവിടെ നിന്നാണ് ഹാർനസ് ചെയ്യുന്നത്? സോളാർ എനർജി ഹാർനസ് ചെയ്തിരിക്കുന്നത് യൂസിങ് സോളാർ പാനൽസ്. എങ്ങനെ? സോളാർ എനർജി ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം എന്താണ്? സൺ. ഇറ്റ് ഈസ് ഫ്രം ദ സൺ. ഇറ്റ് ഈസ് നോട്ട് യൂസിങ് ദ വിൻഡ്. സോളാർ എനർജി സോളാർ സിസ്റ്റം. അപ്പം സോളാർ എനർജി ഇറ്റ് ഈസ് ഹാർനസ്ഡ് ഫ്രം ദ സൺ യൂസിങ് ദ സോളാർ പാനൽസ്. അപ്പോൾ സണ്ണിൽ നിന്ന് ഈ എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡ് വരെ കാണുന്നില്ല, അതാണ് സോളാർ പാനൽസ്. ആ സോളാർ പാനൽസ് യൂസ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് നോൺ പൊല്യൂട്ടിങ് ഓൾസോ. അത് കഴിഞ്ഞ് അത് ഇൻഎക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ പവർ സോഴ്സും ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് മിനിമൈസ് യൂസ് ഓഫ് വാട്ടർ ആൻഡ് കോൾ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് വാട്ടറും കുറച്ച് കോളും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ സോളാർ ഇതിന് നമുക്ക് എന്താണ് ലൈക്ക് വൈസ് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അവർ പറയണത്. അടുത്ത് വന്നിട്ട് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്പ് റൊട്ടേഷൻ ആണ്. ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്നായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം. ക്രോപ്പ് റൊട്ടേഷൻ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് planting different crop in the same farm to enhance the soil fertility and maintain the bind of the soil. ഒരു ഫാമിൽ തന്നെ പല ഡിഫറെൻറ്റ് ക്രോപ്പും വെച്ച് പിടിപ്പിക്കുന്നു. എന്തിനാണ്? സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടിയിട്ട് ആ സോയിലിൻ്റെ ബൈൻഡ് നല്ലതായിട്ട് ഇതാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്ലാന്റിങ് ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻ ദ സെയിം ഫാം. It is the practice of planting different crop in the same farm to enhance the soil fertility and maintain the bind of the soil. നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോയിലിൻ്റെ ബൈൻഡ് ഇതാക്കി വെക്കാനുള്ള ഇതാണ്. അത് കഴിഞ്ഞ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് പിന്നീട് വരുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ താഴെ കാണുന്ന പോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ടെക്നിക് ഓഫ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടർ ഇൻ ടു നാച്ചുറൽ റിസോഴ്സ് ഓഫ് ടാങ്ക്. അപ്പം നമ്മൾ നമ്മുടെ റെയിൻ വാട്ടറിനെ നാച്ചുറൽ റിസോഴ്സിലോ ഓർ ടാങ്ക്സിലോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സോ ദാറ്റ് റെയിൻ വാട്ടർ ഡസ് നോട്ട് ഗെറ്റ് വേസ്റ്റഡ് ആൻഡ് ഡ്രിങ്കൺ വാട്ടർ ഇസ് ഏരിയ. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിനെ ഒരിക്കലും വേസ്റ്റ് ചെയ്ത് കളയാതെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനെ ഉറപ്പായിട്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിഫേഴ്സ് ടു ദ ഗ്രോത്ത് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ഓൾ വിത്തൗട്ട് ലീഡിങ് ദ ഫ്യൂച്ചർ ജനറേഷൻ ഇൻ ദ ഡെത്ത് ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ്. അത് തന്നെയാണ് നമ്മളിപ്പോഴും പറഞ്ഞത്. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ബീങ് സ്കിന്നി ആൻഡ് ബീങ് wise for the sustainable. Human and the society often waste huge amount of air than need, which may not be wise. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മുടെ അറിയാതെയൊക്കെ നമ്മൾ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ ജീവിതത്തിൽ എന്നാ ചെയ്യുന്നുണ്ട്, നമ്മൾ വേസ്റ്റാക്കി കളയണതുണ്ട്. അപ്പോൾ എന്താണ് അതിനാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ക്യാൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ സേവിങ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. Many resources can be saved if excessive artificial production along with logistics can be curtailed. For example, in marriage parties, plenty of food can be Similarly, some measures can be taken by people to avoid pollution and promote sustainable development. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാരേജ് പാർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ഫുഡാണ് അവർ വെച്ചിട്ട് ആളുകളെ കൊണ്ട്
കുത്തിക്കയറ്റി തീറ്റിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ അവർ തിന്നാതിരിക്കുകയാണെങ്കിൽ അത് അവർ കൊണ്ട് കളയുകയും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളത് കുക്ക് ചെയ്തിട്ട് അവർ ആവശ്യമുള്ള എടുത്ത് കഴിച്ചോട്ടെ. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടിയിലൊന്നും എല്ലാവരും കൂടെ പോകണമില്ല. ഇപ്പോൾ അപ്പുറത്ത് കാർ ഇപ്പുറത്ത് കാർ എപ്പോഴത്തും കാറാണ് അല്ലേ? കാറ് അങ്ങനെ എല്ലാവർക്കും കാറ് വരുമ്പോഴത്തേക്ക് എല്ലാവരും തന്നെ കാറിൽ പോകാനേ പ്രിഫർ ചെയ്യത്തുള്ളൂ. പക്ഷേ അപ്പുറത്തെ ആളും ഇപ്പുറത്തെ ആളും ഒരേ ദിവസം തന്നെ ഒരേ സ്ഥലത്തോട്ടാണ് കാറിൽ പോകുന്നതെങ്കിൽ ഒരു കാർ എടുത്താൽ പോരെ, 2 കാർ എടുത്ത് ഈ ഒരു എൻവയോൺമെൻറ്റിന് ഇത്രയും നാശം വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വഴി നമ്മൾ ചോദിക്കാൻ ഉതകുന്ന ചോദ്യം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി മാറിയത് നമ്മുടെ ഈ ലോകത്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ വേസ്റ്റേജിനെ കുറയ്ക്കുന്നു. ഇറ്റ് ടീച്ചസ് വൈസ് യൂസ് ഓഫ് റിസോഴ്സസ്. ദ യൂസ് ഓഫ് മിനറൽ ഓയിൽ, ഡ്രിങ്കിങ് വാട്ടർ, ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, ഇൻസെക്ടിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി മിനിമൈസ്ഡ്. ദിസ് വിൽ ലീഡ് ടു മിനിമം യൂസ് ഓഫ് മീൻസ് ആൻഡ് റിസോഴ്സ് ഫോർ നാഷണൽ വെൽഫെയർ വിത്ത് വേസ്റ്റ് ആൻഡ് വിൽ ഹെൽപ്പ് ഇൻ മെറിക്കൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈസായിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് വേഗം എഴുതി തീർക്കരുത്. അതുപോലെ തന്നെ നമ്മൾ അതുമാതിരി തന്നെ നമ്മുടെ ഒരു പാത്രം വെള്ളം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കുടിച്ചിട്ട് പകുതി കൊണ്ടൊന്ന് വാഷ് ബേസിനിലോട്ട് കളയരുത്. ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ യൂസ് ഓഫ് മിനറൽ ഓയിൽ, ഡ്രിങ്കിങ് വാട്ടർ ഇതെല്ലാം മിനിമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ റിസോഴ്സസിലൂടെ ഒരു മാക്സിമം ബെനിഫിറ്റ് വിത്തൗട്ട് വേസ്റ്റേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അടുത്തെന്ന് വെച്ചാൽ ഹെൽത്തി ഫുഡാണ്. ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ ഫാമിംഗ് ഹാസ് ഓൾസോ ബീൻ ഇൻക്രീസ്ഡ് അല്ലേ? അപ്പം സസ്റ്റൈനബിൾ അഗ്രികൾച്ചറും ഓർഗാനിക് ഫാമിംഗ് മെസേജസ് എഫക്റ്റീവ് നാച്ചുറൽ സീഡിങ് ടെക്നിക്സ് പ്രൊവൈഡിങ് അസ് ഹെൽത്തി ഫുഡ്. അപ്പം ഞാനത് ഫുള്ള് വായിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഗ്രോത്ത് വന്നപ്പോഴത്തേക്കുവേ ഫാമിംഗ് അങ്ങ് നമ്മുടെ പോപ്പുലേഷനിൽ ഗ്രോത്ത് വന്നപ്പോൾ ഫാമിംഗ് അങ്ങ് എന്തായി കൂടി അല്ലേ? അപ്പം ഈ അൺസസ്റ്റൈനബിൾ കൾട്ടിവേഷനും ഇറിഗേഷനും പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പോകും. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ഉപയോഗിക്കാതെ ഓർഗാനിക്കായിട്ട് നമുക്ക് ഫാമിംഗ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ചാണകം ഇട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒക്കെ പറയുന്നത്. കൗഡങ്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ്സ് സച്ച് ആസ് എഫക്റ്റീവ് നാച്ചുറൽ സീഡിങ് ടെക്നിക്സ് പ്രൊവൈഡിങ് അസ്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ സീഡിങ് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറയുന്നു. ഇനി മാനേജ് ക്ലൈമറ്റ് ചേഞ്ച്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് സീക്ക് ടു റിഡ്യൂസ് deforestation and the use of fossil-based sources which are responsible for the emission of greenhouse gases. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? ഡീഫോറസ്റ്റേഷൻ റെഡ്യൂസ് ചെയ്യുകയും യൂസ് ഓഫ് ഫോസിൽ ബേസ്ഡ് റിസോഴ്സസ് വിച്ച് ആർ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ് അപ്പം നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിക്കളയാതെ നമ്മൾ ഡീഫോറസ്റ്റേഷനെ റെഡ്യൂസ് ചെയ്ത് അഫോറസ്റ്റേഷനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റിസൾട്ട് ഇൻ ഗ്ലോബൽ വാർമിംഗ് ഇവൻച്വലി ചേഞ്ച്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ ബേസ്ഡ് സോഴ്സസ് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാകുന്നു. ആൻഡ് അത് എന്തിന് റിസൾട്ട് ചെയ്യുന്നു? അത് ഗ്ലോബൽ വാർമിങ്ങിന് ഇവൻച്വലി അത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൽ റിസൾട്ട് ചെയ്യുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്? ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് കിൽ മെനി പ്ലാന്റ് സ്പീഷീസ് റിസൾട്ടിങ് ഇൻ ദ റിഡക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക്. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ ചെയ്യുക? അത് നമ്മുടെ ഒരുപാട് പ്ലാന്റിനെയൊക്കെ കൊന്നു കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻകറേജസ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് എമിറ്റ് എനി പൊല്യൂട്ടഡ് ആൻഡ് ഹാർംഫുൾ ഗ്യാസ് ദസ് മെയിൻറ്റെയിൻ സ്യൂട്ടബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഉപയോഗിക്കണം എന്ന് അവർ പറയുന്നു. ദാറ്റ് ഡു നോട്ട് എമിറ്റ് എനി പൊല്യൂട്ടഡ് ഹാർംഫുൾ ഗ്യാസസ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അതുകൊണ്ട് വി ഹാവ് ടു മാനേജ് ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ. അതുകൊണ്ടാണ് ഈ പ്രളയമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ കൂടെ. ഇനി അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്. അപ്പം ഒരുപാട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തോ ചെയ്യണം? നമ്മളതിനെ കൺസേർവ് ചെയ്തിട്ട് ഫ്യൂച്ചർ ജനറേഷനും കൂടി നമ്മൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സോ ഇറ്റ് വിൽ ലീഡ് ടു അബൻഡൻസ് ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രോസ്പെർ ദ ഫ്യൂച്ചർ. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ കൺസേർവ് ചെയ്ത റിസോഴ്സസ് വെക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ലീഡ് ടു അബൻഡൻസ് ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിലും കൺസേർവ് ചെയ്യണം, അബൻഡൻസ് ഓഫ് റിസോഴ്സസ് ഇല്ലെങ്കിലും കൺസേർവ് ചെയ്യണം. അങ്ങനെ കുറച്ച് റിസോഴ്സസ് കൺസേർവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വലിയ റിസോഴ്സസ് കിട്ടും. അടുത്ത വന്നിട്ട് സസ്റ്റെയിൻ ബയോഡൈവേഴ്സിറ്റിയാണ്. സസ്റ്റെയിൻ ബയോഡൈവേഴ്സിറ്റിക്ക്
എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. എക്കോസിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സ്പീഷീസ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ സർവൈവൽ അല്ലേ. എക്കോസിസ്റ്റത്തിൽ എന്താണ് സ്പീഷീസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ വൺ അനദർ ഫോർ സർവൈവൽ. വിത്തൗട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മെനി പ്ലാന്റ് ആൻഡ് അനിമൽ എന്താണ് ദേ മേ ഗെറ്റ് കിൽഡ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താണ് ഒരുപാട് ജീവികൾ ചത്തുപോകുന്നു. അങ്ങനെയാണ് ഡൈനോസേഴ്സൊക്കെ നമ്മളെ ലോകത്തുനിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയത്. അപ്പോൾ it enables proper life for all the living beings in life cycle. Every living being contributes to human society in some way or other. Sustainable development will save many species from being extinct. അപ്പം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ എല്ലാ ജീവികൾക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനത്തിലോട്ട് വരുവാണെങ്കിൽ പ്രോബ്ലംസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട്. അപ്പോൾ ആ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ അവസ്ഥകൾ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ചില ചാലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അവെയർനെസ് ആണ് ഫസ്റ്റ് ചാലഞ്ച് എന്ന് തന്നെ പറയാം. ഓക്കെ, അവെയർനെസ്. അപ്പോൾ ദർ ഈസ് ലാക്ക് ഓഫ് അവെയർനെസ് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ആസ് ദേ ഡു നോട്ട് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കൺസെപ്റ്റ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് അവെയർനെസ് ഇല്ലാതെ ഒരിക്കലും ഒന്നും നടക്കത്തില്ല. അപ്പം ദർ ഇസ് ലാക്ക് ഓഫ് അവെയർനെസ് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഹ്യൂമൻ. അപ്പം അവർക്കൊരു അവെയർനെസ് ക്ലാസ് ഒക്കെ കൊടുത്ത് അങ്ങനെ പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് പറയണത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഹ്യൂമൻസ് ഹാവ് ബിൽഡ് ഇൻ സൈക്കോളജി ഓഫ് ഷോയിങ് ഓഫ് വാട്ട് ദേ ഹാവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലോകത്തെ ഒരു മൃഗങ്ങൾക്കും ഇല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഭയങ്കര അഭിമാനത്തോടല്ല, പക്ഷേ ഭയങ്കര വിഷമത്തോടെ ഭയങ്കര ശോകത്തോട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് ഹാവ് എ ഹാബിറ്റ് ഓഫ് ഷോയിങ് ഓഫ് വാട്ട് ദേ ഹാവ്. അപ്പോൾ അവർ ലക്ഷറീസ് കൂട്ടി അവർ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണ്. അത് കഴിഞ്ഞ് ഹ്യൂമൻ ഹാബിറ്റ്സ് ഉണ്ട്. ഹ്യൂമൻസ് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് വേസ്റ്റ് ആക്കുന്നുണ്ട്. അവർ അറിഞ്ഞും അറിയാതെ എല്ലാം അവർ നാച്ചുറൽ റിസോഴ്സസ് എന്താ ചെയ്യണതുണ്ട്, അവരതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതെല്ലാം കളയുന്നുണ്ട്, അവർ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ ഗ്ലാസ് വാട്ടർ എടുക്കുന്നു, അതിൻ്റെ പകുതി കുടിച്ചിട്ട് ബാക്കി കളയണം. അതൊക്കെയാണ് അവരുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാബിറ്റ്സ്. ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ദാറ്റ് വി ക്യാൻ ഡു വാട്ട് എവർ വി ഇറ്റ് ഈസ് നെഗ്ലക്റ്റ് ഫോർ ദ എൻവയോൺമെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് ജീവിച്ചങ്ങ് തീർക്കാം. അതാണ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ വലിയ ചാലഞ്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ബിൽഡിങ്, ഇപ്പോൾ ലുലു മാൾ പണിഞ്ഞപ്പോഴത്തേക്കും യൂസ്ഫുള്ളി കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിചാരിച്ച അയ്യേ ഈ ബിൽഡിങ് കൊള്ളത്തില്ല, നമുക്ക് വേറൊരു ബിൽഡിങ് പണിയും. പക്ഷെ ആ ബിൽഡിങ് തന്നെ കുറച്ചും കൂടെ മൂടി പിടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണിഞ്ഞ ബിൽഡിങ്ങിനേക്കാളും അടിപൊളി ബിൽഡിങ് അതായേനെ, പഴയ ബിൽഡിങ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഷോ ഓഫും ഭയങ്കര കാര്യങ്ങളും ഒക്കെ നമ്മൾ നിർത്തി വെക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അടുത്ത ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പം നമുക്കിപ്പം ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ഒരു സ്റ്റേറ്റിനോ ഒരു കൺട്രിക്കോ ഇല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് വാർ ഡാമേജ്ഡ് കൺട്രീസ് വരുന്നു. ഇപ്പം യുക്രൈൻ പോലുള്ള കൺട്രീസിലൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇനി അടുത്ത കാലത്തൊന്നും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഏർലി എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട്, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് കേക്കും സുനാമിയും ഫ്ലഡും ഒക്കെ വന്നെടുത്ത് ഭയങ്കര ദേ ക്യാൻ ഡിസ്ട്രോയ് സർട്ടൻ എലിമെൻറ്റ്സ് ആൻഡ് ബ്രിങ് ഹ്യൂജ് ക്ലൈമാറ്റിക് ചേഞ്ച്. അതുകൊണ്ട് തന്നെ അവിടെയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു ഒരു ചാലഞ്ചായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ അവെയർനെസ്സും ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്, ഹ്യൂമൻ ഹാബിറ്റ്, ഫൈനാൻഷ്യൽ ക്രൈസിസ്, വാർ ഡാമേജ് കൺട്രീസും ഏർലി എക്സ്പെക്റ്റേഷനും നാച്ചുറൽ ഡിസാസ്റ്ററുമാണ്. ഡാഷ് മീൻസ് വൈസ് യൂസ്. ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് എക്സസൈസ് അവിടെ ഉണ്ട്. അപ്പോൾ ഡാഷ് മീൻസ് വൈസ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ടു സേവ് ദം conservation. Dash is the energy harnessed from the motion of the wind using turbine or windmill. Wind energy ആണ്. അടുത്ത solar energy, it is harnessed from the sun using solar panels. Dash is designed in such a way that species depend on one another for the survival. എന്താണ് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്?
എന്താണ് ecosystem? It is designed in such a way that species it is depending on one another. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്കോസിസ്റ്റത്തെക്കുറിച്ചും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും ക്രോപ്പ് റൊട്ടേഷനെക്കുറിച്ചും ഷോർട്ട് നോട്ട്സ് എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഞാൻ പറഞ്ഞത്, ലിസ്റ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, renewable and non-renewable, importance of sustainable development, what is rainwater harvesting, എന്താണ് rainwater harvesting, എന്താണ് technique of collection of storage of rainwater into natural reserves of tanks, crop rotation, എന്താണ് practice of planting different crops in the same farm to enhance the soil fertility and to promote the binding of the soil, maintain the bind of the soil. അതാണ്. സോ ഇവിടെ നമ്മുടെ ഗ്രീൻ സ്കിൽസ് എന്ന ചാപ്റ്റർ കഴിയുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്രീ ബോർഡ്സിന് ആവശ്യമായിട്ടുള്ളതും ബോർഡ്സിന് ആവശ്യമായിട്ടുള്ളൊരു ചാപ്റ്ററാണെങ്കിൽ നമുക്ക് ഇതിന് ബോർഡ്സ് അടുക്കാറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി, ഇനി ബോർഡ്സിന് 10 days ഉണ്ടല്ലോ കമ്പ്യൂട്ടറിന്, അപ്പം നമുക്ക് കുറച്ചും കൂടെ അടിച്ചു പൊളിച്ച് പഠിച്ചിട്ട് നമുക്ക് 24 out of 25 നമുക്ക് തിയറി പേപ്പറിൽ വാങ്ങിക്കും, 25 out of 25 നമ്മൾ പ്രാക്ടിക്കലിലും വാങ്ങിക്കും. അപ്പം ഓൾ ദ ബെസ്റ്റ്, ഓൾ ബൈ.